ഇന്ന് രാവിലെ മുതൽ ടിവി ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും പ്രധാന വാർത്ത നടനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കും എന്ന് കരുതുന്ന വ്യക്തിയുമായ സുരേഷ് ഗോപി തൃശൂരിലെ ലൂർദ് മാതാവിന്റെ പള്ളിയിൽ കുടുംബത്തോടെ എത്തി പരിശുദ്ധ മാതാവിന് സ്വർണ്ണക്കിരീടം ചാർത്തിയ കാര്യമാണ്. ബുധനാഴ്ച ഗുരുവായൂരിൽ വച്ച് നടക്കാനിരിക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനോടനുബന്ധിച്ച് സുരേഷ് ഗോപി മുൻപ് നടത്തിയ ഒരു നേർച്ച നിറവേറ്റാനായിരുന്നു സകുടുംബം സുരേഷ് ഗോപി തൃശൂരിലെ ലൂർദ് മാതാവിന്റെ പള്ളിയിൽ എത്തിയത്. സുരേഷ് ഗോപിയും കുടുംബവും മാതാവിന് സ്വർണ്ണക്കിരീടം ചാർത്തിയ കാര്യം വലിയ വാർത്തയായപ്പോൾ അപകടം തിരിച്ചറിഞ്ഞ് സുരേഷ് ഗോപിയെ ആക്രമിക്കാൻ അഭിനവ മതേതര മുഖവുമായി ചിലർ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. സുരേഷ് ഗോപിയും മക്കളും ചേർന്ന് ചാർത്തിയ കിരീടം മാതാവ് കോപിച്ചതിനാൽ അപ്പോൾ തന്നെ താഴെ വീണ് ഉടഞ്ഞു എന്നും കിരീടം ചാർത്തൽ വെറും ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ് എന്നും സുരേഷ് ഗോപി എന്തുകൊണ്ട് കൊല്ലത്തെ പള്ളിയിൽ സ്വർണ്ണക്കിരീടം നൽകിയില്ല എന്നും തുടങ്ങി അനേകം വിമർശനങ്ങൾ. സുരേഷ് ഗോപി ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വന്ന് എന്ത് ചെയ്താലും വിവാദം ആക്കുന്നവരോട് ആദ്യമേ പറയാനുള്ളത് നിങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് ഭയപ്പെടുന്നു എന്ന് തന്നെയാണ്. അതിനാൽ ഇനിയെങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ വിടുക. ഇന്ത്യയിലെ നിയമങ്ങൾ അനുവദിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം തുടർന്നും ചെയ്യട്ടെ. അദ്ദേഹം ചെയ്യുന്ന പല കാര്യങ്ങളും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും. ചില കാര്യങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം. എന്തിനാണ് നിങ്ങൾ ഇത്രമാത്രം അദ്ദേഹത്തോട് അസഹിഷ്ണുത കാണിക്കുന്നത്? ബുദ്ധിയും വിവേകവുമുള്ള വോട്ടർമാരും ക്രൈസ്തവ സമൂഹവും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ വിലയിരുത്തട്ടെ. ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് ഏതൊരു മതസ്ഥനും ക്രൈസ്തവ ദൈവാലയങ്ങളിൽ കടന്നുവരാം, പ്രാർത്ഥിക്കാം, കാഴ്ച സമർപ്പണങ്ങൾ നടത്താം. സാധ്യമെങ്കിൽ പ്രാർത്ഥനകളിൽ പങ്കെടുത്ത് ആശീർവാദവും വാങ്ങാം. അതായത് ഏതൊരു ഇന്ത്യൻ പൗരനും ക്രൈസ്തവ വിശ്വാസം വെച്ച് നീട്ടുന്ന അവകാശം മാത്രമേ സുരേഷ് ഗോപിയും കുടുംബവും തൃശൂരിലെ ലൂർദ് മാതാ ദൈവാലയത്തിലും പ്രയോജനപ്പെടുത്തിയിട്ടുള്ളൂ. അദ്ദേഹത്തെ പരിഹസിക്കുന്നവർക്കും അവരുടെ ലീഡേഴ്സിനും ക്രൈസ്തവ ദേവാലയങ്ങളിൽ കടന്നുവരാനും സുരേഷ് ഗോപി ചെയ്ത കാര്യങ്ങൾ നിർവഹിക്കാനും പൂർണ്ണ സ്വാതന്ത്ര്യം ക്രൈസ്തവ സഭകൾ നൽകുന്നുണ്ട്. അവരും താൽപ്പര്യമുണ്ടെങ്കിൽ അതിന് തയ്യാറാകട്ടെ. അല്ലാതെ ഇതെല്ലാം മുതലെടുപ്പാണ്, മാതാവ് കോപിച്ചതിനാൽ കിരീടം താഴെ വീണ് ഉടഞ്ഞുപോയി തുടങ്ങിയ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് നിങ്ങൾ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നത് അപഹാസ്യവും നിലവാരം തീരെ ഇല്ലാത്ത പ്രവൃത്തിയും ആണ് എന്ന് മാത്രമല്ല, ക്രൈസ്തവ വിശ്വാസത്തെയും ആചാരങ്ങളെയും പരിഹസിക്കുന്നതിന് തുല്യമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. മാത്രമല്ല, ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർ അവർ അറിയാതെ തന്നെ സുരേഷ് ഗോപിയെ കൂടുതൽ പ്രശസ്തനും സ്വീകാര്യനുമാക്കി സമൂഹത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു.